ഓക്കെ, ശ്രീ എം ഇ നിഷാദ്, ഈ ലിംഗനീതി പലപ്പോഴും ചർച്ചയായിട്ടുള്ളതാണ്. അപ്പോൾ ഈ ലിംഗനീതി ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾക്ക് ഒരു ശാശ്വത പരിഹാരം ഉണ്ടാക്കാൻ ഈ കോൺക്ലേവ് വഴിമരുന്നിട്ടോ? ഇപ്പൊ ജെൻഡർ ഇക്വാലിറ്റിയോടൊപ്പം തന്നെ ട്രാൻസ്ജെൻഡേഴ്സിനെ കൂടി ഉൾപ്പെടുത്തി അവരെയും കൂടി അംഗീകരിക്കുന്ന ഒരു ഗവൺമെന്റ് ആണ് എല്ലാ തുറകളിലും ഉള്ളത്. എല്ലാ തുറകളിലും ഉള്ള ട്രാൻസ്ജെൻഡേഴ്സ് ഉൾപ്പെടെയുള്ളവരെ അംഗീകരിക്കുന്ന ഒരു നിലപാടാണ് ഗവൺമെന്റിനുള്ളത്. തീർച്ചയായിട്ടും ആ കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു ക്ലാരിറ്റി കിട്ടി എന്നുള്ളതാണ് കോൺക്ലേവ് കൊണ്ടുള്ള ഏറ്റവും വലിയ ഗുണം. അപ്പം എല്ലാ വിഭാഗത്തിലുള്ള ആളുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് പോകാൻ കഴിയുന്നു. ജെൻഡർ ഇക്വാലിറ്റി എല്ലാ ഇപ്പൊ വേജസിന്റെ കാര്യത്തിൽ പോലും ഒരു ഓപ്പൺ ഡിസ്കഷന് ഒരു പ്ലാറ്റ്ഫോം കൂടിയായിപ്പോയി കോൺക്ലേവ്. അപ്പൊ അഭിപ്രായ സ്വാതന്ത്ര്യം എന്നുള്ളത് ഈ വന്ന കാലഘട്ടത്തിൽ, ഈ മാറിയ കാലഘട്ടത്തിൽ അസഹിഷ്ണുതയില്ലാതെ ആർക്കും അവരുടെ അഭിപ്രായങ്ങൾ പറയാമെന്നുള്ള നമ്മുടെ ഭരണഘടന നമുക്ക് നൽകുന്ന, ആ സൗന്ദര്യമുള്ള ഭരണഘടന നമുക്ക് നൽകുന്ന ഒരു അവകാശമുണ്ടല്ലോ. ആ അവകാശത്തിനെ എങ്ങനെ വിയോജിക്കണം എന്നുള്ളതിനും അതിന് ക്ഷമാപൂർവം എല്ലാവരുടെ അഭിപ്രായം കേട്ട് മന്ത്രി അതിന് വ്യക്തമായ മറുപടി പറയുകയും ചെയ്തപ്പോൾ ഒരു ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു കോൺക്ലേവ് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. താങ്കൾ സൂചിപ്പിച്ചവരെ ഈ ഈക്വാലിറ്റി, പ്രത്യേകിച്ച് ഈ ലിംഗനീതി നടപ്പിലാക്കുമോ എന്നുള്ളതിന് സർക്കാർ അതിന് പ്രതിജ്ഞാബദ്ധരാണ്. അതിൽ യാതൊരു സംശയമില്ല. നാളിതുവരെയുള്ള സർക്കാരിന്റെ പ്രവർത്തനം അങ്ങനെ തന്നെയാണ്. അത് സിനിമാ രംഗത്തും അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാട് സർക്കാരിന് ഇല്ല എന്നുള്ളതാണ് സത്യം. സിനിമ എന്ന് പറയുന്നതും തീർച്ചയായിട്ടും ഒരുപാട് കലാകാരന്മാര് തൊഴിലെടുക്കുന്ന ഒരു സ്ഥലമാണ്. അതൊരു ക്രിയേറ്റീവ് ഏരിയയാണ്. അത് വെറും തൊഴിൽ ഇടം മാത്രമല്ല. അപ്പം അങ്ങനെയുള്ള നമ്മുടെ മലയാള സിനിമയുടെ യശസ് വാനോട് ഉയർത്തി ഒരുപാട് മഹാരഥന്മാരെ പണിയെടുത്തിരിക്കുന്ന ഒരു ഫീൽഡ് കൂടിയാണ് സിനിമ എന്നുള്ളത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ജെൻഡർ ഇക്വാലിറ്റിയും എല്ലാം ആ രീതിയിൽ തന്നെ ഈ കോൺക്ലേവിൽ പ്രതിപാദിക്കുകയും അതിന് ഗവൺമെന്റ് അത് മാന്യമായ രീതിയിൽ തന്നെ കൊണ്ടുപോകാൻ പ്രതിജ്ഞാബദ്ധരാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല.